മരിച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രണ്ടാമത്തെ ദിവസം വന്ന ട്രെയിനിൽ ഓരോന്ന് ഏച്ച് വരുന്നുണ്ട്. ഒന്ന് ഇവിടെ കിടക്കുന്നു ഡോണ്, ഇതെന്നെ സാൻഡ്വിച്ച് പോലെ കിടക്കുന്നത്. ഒരെണ്ണം എന്താ ഇവിടെ കിടക്കുന്നു. അജു അജു എന്താണ് നെറ്റിയിൽ വാരയൊക്കെ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായി ഇന്നലത്തെ രാത്രി തുറക്കാം? ശുഭദിനം. ശുഭദിനം. നിനക്ക് എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി തുറക്കം? ഉറങ്ങിക്കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഏണിച്ച് വെളിവ് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. എല്ലാതും വെളിവും വെള്ളിച്ചിട്ടുണ്ടിരിക്കുകയാണ്. എല്ലാവരും രാവിലെ തിരിച്ച് പല്ലൊക്കെ തേച്ച് തുടങ്ങി. ഞാൻ തേച്ചിട്ടില്ല, തീരായിക്കണം. ഒരാൾ സ്കിൻ കെയർ കാര്യം വല്ല ഓഡിയോ കേൾക്കണമെന്ന് എനിക്കറിയില്ല. സ്കിൻ കെയറിങ്ങാ. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഇത് ഏതാ സ്ഥലം എനിക്കറിയില്ല. നല്ല വ്യൂ ആണ്. 4 പേര് ഏതോ ഒരു ബാത്റൂമിലുണ്ട്. ഞാൻ മുട്ടി നോക്കിയിട്ട് വരാം. ഹായ്ടാ. പല്ലേച്ചാടാ പല്ലേച്ചാ. നല്ല ഇരുട്ട്. മഴക്കാരന് ഇവിടെ അല്ലേ ഭയങ്കര മഴക്കാറടി പുറത്ത്. പേസ്റ്റ് എന്റെ പേസ്റ്റ് അല്ലേ ഞാൻ ഒളിപ്പി കൊടുത്തേ? എന്റെ പേസ്റ്റ് അല്ല എന്റെ പേസ്റ്റ് അൽപ്പി കൊടുത്ത്. എന്റെ പേസ്റ്റ് നീ തിന്നു. ആ ചെലപ്പോ അതായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ആള് എണീച്ചിട്ടുണ്ട് ഇവിടെ. കാണുന്നില്ല. രണ്ടും കൂടി ഇവിടെ രാവിലെ തന്നെ തുടങ്ങി. എനിക്ക് പോകണ്ട. പിന്നെ ഇനി എന്ത് കാണിക്കാനാ പോണേ? സ്കിൻ കെയർ ഇടാ. കുട്ടിക്ക് സ്കിൻ കെയർ ചെയ്യണം. മഴ പെയ്തിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും കാണുന്നില്ല. ആ കണ്ടു. ഓ മൈ ഗോഡ്. പുല്ലും പായലും മാത്രം, ഹരിതാപും പച്ചപ്പും. എടാ മഴത്തുള്ളി. ഇതാണ് ഗൈസ് റെയിൽവേ ട്രാക്ക്. അത് ട്രെയിൻ മറക്കണം. ഏതാ സ്ഥലം എന്നുള്ളൊരു ധാരണയില്ല. പക്ഷെ നല്ലൊരു ലൊക്കേഷൻ കണ്ടിട്ടു. കാണിച്ചു നല്ല വ്യൂ. ആ സ്ഥലം വരുന്നുണ്ട്. സ്ഥലം ഇത് വരുന്ന സ്ഥലം റൂഹ. ഈ സ്ഥലത്തിന്റെ പേരാണ് റൂഹ. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് റൂഹ. അതോ റോഹയാണോ? റോഹ. ദിസ് ഈസ് റോഹ സ്റ്റേഷൻ. നല്ല സ്റ്റേഷൻ ആട്ടോ. കുറേ നല്ല beautiful. It's really beautiful, guys. See the mountains. Sorry, the hills. It's so beautiful. എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. നല്ല നൈസ് ക്ലൈമറ്റാണ് ഇവിടെ. നൈസ്, വെരി നൈസ്. നല്ല ക്ലൈമറ്റാണ്. ശാന്തസമൂഹമായൊരു അവിടെ പച്ചക്കൊടി വീശ നിൽക്കുന്നുണ്ട്. ഇയാളെന്ത് വീശാത്തത്? മറന്ന അപ്പം ഞങ്ങളങ്ങനെ കാസു സ്റ്റേഷൻ വിട്ട് പോകുന്നു. കാസു. ഹായ് കാസു. ഏതാ ക്ലൈമറ്റ്? നല്ല ശാന്തമായൊരു ക്ലൈമറ്റ്.
ഇച്ചിരി ഇടണം നല്ലത്. ആർഭാടില്ലാത്ത വീട്, സിമ്പിളാണ്, സിമ്പിളാണ്. സിമ്പിൾ ഹമ്പിൾ. അങ്ങനെ കാസു പോകുന്നു, ബൈ കാസു. അടുത്തൊരു സ്റ്റേഷനായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. പോയിട്ട് അന്താക്ഷരി കളിക്കേണ്ട പരിപാടിയിലാണ്. അല്ലേ? ആൽബി ഒരു അക്ഷരം കാച്ച്, അക്ഷരം കൂട്ടണ കൂട്ട്. ഫസ്റ്റ് സിമ്പിൾ ആയിക്കോട്ടെ അല്ലേ? സിമ്പിൾ അക്ഷരം ഭയങ്കര സിമ്പിൾ ആയി പോയി. സിനിമ അല്ലേ, സീരിയൽ. നമ്മളല്ലേ സിനിമ പേര് നമുക്ക് അവരെ അക്ഷരം തന്നു, ഇനി നമ്മളൊരു സിനിമ പേരാ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അങ്ങനല്ലേ? പിന്നെ പിന്നെ എന്നിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയി. പറഞ്ഞാൽ ആക്ഷൻ കാണിച്ചിട്ടുള്ള പരിപാടിയാണ്. നിങ്ങള് ആ വാക്കിലിപ്പോ ഒരു സിനിമ പേര് അത് കൊള്ളത്തില്ല. അത് വായുമ്പോൾ അഭിനയാണ് അവിടെ പിന്നെ നമുക്ക് അഭിനയങ്ങൾ കണ്ട് ആസ്വദിക്കണം. ഒരു പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞങ്ങളൊരു പേര് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ആ നിങ്ങൾ ടീമാടാ, രണ്ടും കൂടി വെളും വെള്ളത്തില്ലാത്തവരിക്കുന്നത്. അങ്ങനെയാണോ? അറിയത്തില്ലേ? അതെ, ഇവര് ഒരാള് നമ്മുടെ അടുത്ത് പറയണോ? സിനിമ പേര് പറയില്ല. സിനിമ പേര് നമ്മളടുത്ത് പറയണം. നമ്മളൊരു ആക്ഷൻ കാണിച്ച് ഒരാളെ ഇതിന് സെലക്ട് ചെയ്തിട്ട് ഇവര് വിളിക്കും. എന്നിട്ട് അയാളടുത്ത് പറയണം, നമ്മളത് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം. ഇയാള് നമ്മുടെ ടീമിലാള് നമുക്ക് എന്നെ വിളിച്ചെങ്കിൽ എനിക്ക് മാത്രമേ പേര് അറിയാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെക്കൊണ്ട് പറയും. എന്നെ വിളിക്കാൻ പറ്റില്ല, അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഗെയിം അത് കറക്റ്റാണ്. കറക്റ്റ് ഇതാണ്. കറക്റ്റാണ്. ഞാനിപ്പോ നിന്നെ ചൂസ് ചെയ്ത്. എന്നാ നിന്നോട് പേര് പറയാം. ഈ വെളിവില്ലാത്ത മലയാളം മാത്രം മതി. മലയാളം മലയാളം മതി. മലയാളം മാത്രം ഉണ്ടോ? ഉള്ളു, മലയാളം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ ഈശ്വര. വല്ലാത്തൊരു മണ്ടനാണോ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രകൃതി നീ കാണിക്കണ്ട. ഇവര് പറഞ്ഞു തോൽവിയായി കൂട്ടാറുണ്ടല്ലോ എനിക്ക്. ഇനി മേടിക്കാൻ പോലും കിട്ടിയല്ലോ. മാറ്റി എന്തിനാണ്? ഇതിനിപ്പോ എന്താ ആക്ഷൻ? അതല്ല അല്ലാണോ പേര് അറിയാതെ? ആ, അതല്ലേ ഞാൻ ചോദിച്ചത്. നടന്ന കൺഫേം ഉണ്ട്. ഉണ്ട്. അല്ല, എത്ര വേർഡ് ഉണ്ട്? അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചു. വേർഡ് അല്ല ചോദിച്ചത്. സെഗ്മെന്റ് ഇപ്പൊ മായാമോഹിനി എന്നാണ് മായ ഇവരുടെ പേര്. ഒറ്റ പേരല്ല, അതുപോലെ ഒറ്റ പേരുള്ളൂ. ഇനി അവൻ മിണ്ടാതെ നോക്കണേ. നടനാരാ? മായാമോഹിനി ലാലേട്ടൻ. ലാലേട്ടൻ നടൻ. വെടിവെപ്പാണ്. അപ്പൊ സലാം കാശ്മീർ അല്ലോ. അല്ല, പട്ടാളപ്പടാണ്. പട്ടാളപ്പടാണ്. ആർമി ബേസ് ചെയ്തിട്ടുള്ള അതെ, ആർമി ബേസ് ചെയ്തിട്ടോടെ. നടിയുണ്ടോ? നാർമിലൂടെ നടിയില്ലേ? ശരി, നടിയില്ല. അതറിയില്ല. ഞാൻ ജയിക്കാത്ത സമയത്തുള്ള നടിയാണ്. ഈ പേരിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ചെറിയ ഒരക്ഷരം, ഫസ്റ്റത്തെ അക്ഷരം, ഫസ്റ്റത്തെ ഒരു സെന്റൻസ്, ഇങ്ങനെയാണ് ഒറ്റ പേരാണ്. ഒറ്റ പേരിലെ ഫസ്റ്റത്തെ അക്ഷരം. അത് പറഞ്ഞേ. നീ അവിടെ അടങ്ങിയിരിക്കോ? Much later. മഴ എന്നാണെങ്കിൽ മഴ, പരുന്ത്, പക്ഷി, വണ്ടി, പക്ഷി, പറവ, റോഡ്, കൊക്ക്. കിളിയുടെ വിഭാഗത്തിലുള്ളതാണോ? കിളിയാണോ? കിളി കിളിയല്ലാതെ കിളിന്റെ വേറൊരു പേര്. വൾച്ചർ, കിളി തന്നെ. കീ, കാ, കാ. കാ. കാന്റെ ഇപ്പൊ കീ ഉണ്ടാ? സ്റ്റാർട്ടിങ്. അപ്പൊ രണ്ടാമത്തെ അക്ഷരം പറയും. അതും കൂടി 3 മിനിറ്റ് ആകുമ്പോ കളി തരൂ കേട്ടോ. നീ എങ്ങനെ കാണിക്കുന്നില്ല? കാണ്ടഹറിനൊക്കെ എന്ത് പാടുന്നു? ഒരു അവിടെ പറഞ്ഞു കൊടുക്ക്. ആ, നിന്നെ വിളിക്കും. നീ വാടാ.
ഇവ കാണാത്ത കൊറേ പടം ഉണ്ട് എനിക്കറിയാതെ. പൃഥ്വിരാജ് എല്ലാം അറിയാമല്ലേ? കുറച്ച് കടികട്ടി വാക്കുകളാണ്. മോഹൻലാലിന്റെ ഇത് മമ്മൂട്ടി കുറച്ച് പാരമ്പര്യ പടങ്ങൾ കാണും. ഇങ്ങനെ കാണിച്ചു. മോഹൻലാൽ എങ്ങനെ മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ്. അതെന്താ പുതിയ മുഖം. പാടാൻ പറ്റൂല പിന്നെ. ദിലീപിന്റെ കുഞ്ഞിക്കൂരെ കാണിക്കാതെ പോകാൻ പറ്റില്ല. ഇട്ടുള്ള പേരാ. അത് പറയാൻ അവൻ നോക്കി നമുക്കറിയണ്ട. പക്ഷെ ഈ പൊട്ടനെയാണ് നമ്മള് കൊടുക്കാൻ പോകുന്നത്. അത് പറയുമായിരിക്കും. ഞാൻ കൊടുത്തു നോക്കാം. പോരാ അപ്പുറത്തെ ചെയ്യുന്നത് അതല്ല അത് പടിപാടാ അറിയില്ല. ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംസാരിക്കരുത്. എടാ ആക്ഷനടാ. കളി മറന്നു ഇത് മമ്മൂട്ടി മോഹൻലാല് ഇതെല്ലാരും കൂടിയാണ് സിമ്പിള്. ഇപ്പൊ തുമ്പിക്കൈ എന്ന് പറയും. വലിയ വേടാണോ ചെറിയ വേടാണോ അത് കുഞ്ഞു വേടാണോ? ഒറ്റ വേടാണോ? എടാ ഇടതരം നോക്കി പറ. മൂന്ന് സെക്ഷൻ ആയിട്ട് ഓക്കെ. എളുപ്പം. അതില് മലയാള പടമാണോ? ഇപ്പത്തെ ആണോ പിന്നത്തെ ആണോ അത് മുന്നത്തെ ആണോ? പഴയതാണോ ഇടത്തരാണോ പുതിയതാണോ? പഴയത്. ഒരു പഴയതിന്റെ ഇടത്തരത്തിന്റെ ഇടയിലുള്ളത്. ആടാ നമ്പർ എഴുതി കാണിച്ചു കൊടുക്കണ നീ. നമ്പർ എഴുതി കാണിച്ചു കൊടുക്കണേ കൂടെ വന്നിട്ട്. ഇനി അതിന്റെ അകത്ത് നമുക്കറിയാവുന്ന ആരെങ്കിലും നടന്മാരുണ്ടോ? മീൻസ് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ആരുമില്ല. നായികമാര് നീ കണ്ടിട്ടുണ്ടോ ആ പടം? സീൻ വല്ലതും ഉണ്ടോ? ഓക്കെ. വേറെന്താ? വേറെ സിനിമ പരത്തിന്റെ തുടക്കം കാണിക്കും. തുടക്കം എന്നതാ? അടിയോടടി. എളുപ്പമായിരുന്നു. അത് ആദ്യം അടിച്ചാ മതി. നീ ചേക്കളം നോക്കിയാന്ന് കൊടുക്ക കിട്ടേന് അടി. അത് പോയിന്റ് മൂന്നക്ഷരം. മൂന്ന് വേർഡ്. പഴയ പടം. പൃഥ്വിരാജ്, കുഞ്ചോബ് ഗോപി, പഴയ ആൾക്കാരാണ്. ജയനെ, ജയറാം. ജയറാമിന്റെ പടം. മൂന്നക്ഷരമുണ്ട്. മൂന്നക്ഷരമുണ്ട്. ഫസ്റ്റത്തെ അക്ഷരം അല്ല ഫസ്റ്റത്തെ വേർഡ് കാണിക്കാൻ പറ്റുമോ? കുഞ്ഞു, കുഞ്ഞ്, ചെറിയ കുഞ്ഞു സന്തോഷങ്ങളെ. കൊച്ചു കൊച്ചു പേരും കൊണ്ട് വന്നേക്കാണ്. ജോർജാണ്. ഓണയ്ക്ക് പറ്റിയ നമ്മളൊരു പടം ഇനി എടുക്കണം. അജു പറയാനോ പറ്റിയ പടം? ഡീപ്പ് തിങ്കിങ് ആണ്. ഒട്ടും പറയാൻ പറ്റരുത്. എഴുതി തരാണ് ഞാൻ ലിസ്റ്റിലല്ല പടം. കിട്ടും. ഇവിടെ ആയ കാരണം അഭിനയിച്ചും ഫലിപ്പിക്കൂലേ? ഫലിപ്പിക്കൂലേ? കുട്ടി മാറ്റത്. അതൊരു പടം ഉണ്ട്. എനിക്കറിയില്ല. അത് ഇവനറിയോ? ഇവനറിയായിരിക്കും. അങ്ങനത്തെ ആടാ നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ. പറഞ്ഞോളൂ. എളുപ്പം. അത് എളുപ്പമായി പോയിന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെ കാണിക്കണം എനിക്കാണ്. അതെ അതാണ്. കിട്ടി മോനെ. പടം കിട്ടി. എന്നെ നുറുക്കി വിടുന്നു.
ഇതെന്റെ പച്ചക്കറിയോ ഇവന്റെ മറ്റവനോ ഇവന്റെ ഏട്ടൻ ഞാനും സ്വകാര്യം പറഞ്ഞു നിങ്ങളെ സ്വകാര്യം പറഞ്ഞു എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ദിലീപ് ഞാൻ മാറി പോയി തല്ലി പഠിപ്പിച്ചു തുടങ്ങിയ മോഹൻലാല് ദിലീപ് മസിലടിയൻ ഇത് മറ്റേ സാധനമാണോ മറ്റേ ചൈനാട്ടമാണോ ഇവന്റെ പകുതി നേരത്തെ പറഞ്ഞില്ലേ ജയറാമുണ്ടല്ലോ അതിന്റെ ഇതിനൊക്കെ 3 പറഞ്ഞ കിട്ടി. നേരത്തെ ഇങ്ങള് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇങ്ങേർക്ക് പറഞ്ഞു ആദ്യം ഒരു പടം പറഞ്ഞു നോക്കണം. വായിക്കട്ടെ ചിക്കൻ ഫുഡ്സ് റെഡി ചിക്കൻ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല. എനിക്കറിയണം കേട്ടോ കാണിക്കുന്നതാണല്ലോ. നീ പറഞ്ഞോക്കടാ. നീ നാളെ പറഞ്ഞാ മതി. ഡോണ ആലോചിച്ച് മരിക്കുന്നു. ആ കിട്ടി മോനെ. പക്ഷെ അത് എളുപ്പല്ലേ അല്ല ടഫാണ്. നടൻ ശരിക്കും ചിന്ത ചിന്ത ചിന്താമണിക്കുളിക്ക് ഉണ്ട് സുരേഷ് ഗോപിയുടെ മുടി മുടിയുടെ വേറെയാണോ? അല്ല തട്ടൻ ഷോള് പെണ്ണ് മുടി ഷോള് ഞാൻ ചിന്ത വന്നപ്പോ തന്നെ അത് ഓർത്താൻ. പക്ഷെ നന്നായിട്ട് അവൻ ചെയ്ത ഏതാ ഒരു പോടാ. നമ്മൾ ഈ കളിയിൽ ആരും തോറ്റില്ലേ? എല്ലാരും വിജയിച്ചിരിക്കുകയാണ്. ഡോണയ്ക്ക് കോച്ചാതെ പിടിച്ചതല്ല ഫേവിക്ക് കടിച്ചു പറിക്കുന്നവള് വേറെ കുലിക്കും. വല്ലാത്ത ബുദ്ധിയായി പോയല്ലോ. ഫേവിക്കൊക്കെ കടിക്കുന്നു. രേവതി വരെ എത്രയോ ഭേദം. ഒരുത്തര് ഹെഡ്ഫോൺ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഫേവിക്കൊക്കെ കടിക്കുന്നു. ചതിച്ചറന്നെ സഞ്ചരിക്കുന്ന സ്റ്റേഷനിൽ കടയാണുള്ളത്. പുതിയതുണ്ടോ നിർത്തേ തിരയും നടന്നത്. ഇനി എങ്ങാനും ഉണ്ടായാല് ബിരിയാണി കൊടുത്താലോ വിഞ്ചി തെറ്റിയാ മതി കേട്ടോ. ഐഫോണ് നീ ഓട്ടിരിക്കും. വരുന്നുണ്ടോ? ഒന്നും മഞ്ഞില്ലല്ലോ. ഇടി അതിനകത്ത് വരെ ഉണ്ടോ? സത്യം പറ. നീ കുടിച്ച ഗ്യാസ് ആയി പോയി. ഒന്നും വരുന്നില്ല. നീ ഗ്യാസ് ആയി പോയി കാണും. സെലോ ടേപ്പ് ഗതികെട്ടപ്പോ സെലോ ടേപ്പ് തുടങ്ങി. ഒരു ദിവസം പുട്ടാളികളുടെ ഗുഹയിലെത്തി. അമ്മാവൻ പുറത്ത് പോയിരിക്കുക. എന്തെങ്കിലും പഠിച്ചു മാറ്റാം. തലയിട്ടാൽ തല വലുതാവുന്ന കുടർച്ചേ ഇത് വേണ്ട. ഇതിനകത്ത് ആരും തലയിടാന. പാട്ട് പാടുമ്പോൾ വായിൽ നിന്ന് പൂച്ച ചാടണമായിരുന്നു. സംഗതി കോമഡിയാ, പക്ഷെ ഗുണമില്ല. എല്ലാരും പറക്കും ചെരുപ്പ്. ഇത് കൊള്ളാം. കുന്തം കേടാകുമ്പോ ചെരുപ്പിട്ട് പറക്കാം. കള്ളൻ. ചുരുക്കിയാൽ പാമ്പാവുന്ന കയർ. അയ്യോ വേണ്ട. ഇതെന്താണോ ഒരാണി? ഈ ആണി എവിടെ തറച്ചാലും അവിടെ നിന്ന് വെള്ളം കുതിച്ചു ചാടും. അയ്യടാ അത് കൊള്ളാം. പറക്കും ചെരുപ്പും ആണിയും എടുക്കാം. മായാവിനെയും ലുട്ടാപ്പിന്റെ കഥ വായിക്കുകയാണ്. വെള്ളം വരുത്തുന്ന ആണി ഇവർ രാജുവിന്റെ ജാതയ്ക്കും കൊടുക്കും. ഇവൻ ആളൊരു കില്ലാടി തന്നെ. മായാവി ചെരുപ്പിനെന്തിനാ ആണി വെച്ചത്? അയ്യോ കഴിഞ്ഞു. പറക്കും ചെയ്യും, വെള്ളം ചീറ്റും ചെയ്യും.
ഏതാ ചിക്കാരി ശമ്പു. പരീക്ഷകളുടെ പ്രശ്നം എന്താണ് മ്യൂട്ടിലാണോ വായിക്കുന്നത്? ആദ്യം വായിച്ച് പഠിച്ചു വെച്ചിട്ട് അത്ര വായിക്കാനാ. നീ വായിച്ചിരുന്ന് പഠിക്കുന്നവള് വായിക്കൂ. എടാ ഞാൻ വായിച്ചാൽ ശരിയാവില്ലടാ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ ഇതുപോലെ വളയും. ശംഭു അങ്കിൾ എന്തിനാണ് ചെവിയിൽ പഞ്ഞി വെക്കുന്നത്? നമ്മൾ ഗാനമേള എന്താണ് പള്ളിയിൽ ബൈബിൾ വായിക്കുന്നത്? ഇത് വരട്ടടി ഡബിങ് നോക്കി ഞാൻ എക്സ്പ്രഷൻ ഇട്ടാ മതി. നമ്മൾ ഗാനമേളയ്ക്ക് സംഭവമൊന്നുമില്ല. തമാശ മനസ്സിലായി. അതല്ലേ ഞാൻ ചിരിച്ചോണ്ടിരുന്നേ. ശിക്കാരി ശംഭുവിനോട് വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഇതുണ്ട്, കാട്ടിലേക്ക് പോണം, വേട്ടയ്ക്ക് പോണം എന്നൊക്കെ പറയാം. അപ്പൊ പുള്ളി പറയും ഇല്ല, ഗാനമേളയ്ക്ക് പോവാന്ന് പറഞ്ഞ് ആ ചെറുക്കനെ കൊണ്ട് ഗാനമേളയ്ക്ക് പോവാ. ഒരു കുഞ്ഞു ചെറുക്കനുണ്ട്, ചെറുക്കൻ തന്നെ, മോനെന്നാ വിളിക്കുന്നത്, പേരൊന്നും ഇല്ല. എന്നിട്ട് എന്തേലും മിൻറ്റോ ടിങ്കോ എന്തെങ്കിലും ഇരിക്കട്ടെ. എന്നിട്ട് ഗാനമേളയ്ക്ക് പോവാം. ഗാനമേളയ്ക്ക് പോകാൻ വേണ്ടി ഇവരെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് വഴിക്ക് വെച്ച് കാറ് നിൽക്കും, ഇത് കാട്ടി വെച്ച്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടെ പറയും. അപ്പൊ കോമഡി പറയട്ടെ, കോമഡി പറയട്ടെ. ചിക്കാരി ശംഭു പറയും മൃഗങ്ങളൊക്കെ ഉറങ്ങുമായിരുന്നെങ്കിൽ എളുപ്പമായത്, എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് കടക്കാൻ പറയും. അതാണ് ആദ്യത്തെ കോമഡി. എന്നിട്ട് ഇവര് നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സൗണ്ട് കേൾക്കും. അപ്പൊ പ്രേതമായിരിക്കും പറഞ്ഞ് മറ്റേ ചെറുക്കനോട് അങ്കിളെ ഓടിക്കുമെന്ന് പറയും. അപ്പൊ അങ്കിളും പറയുന്നുണ്ട്, ആര് ശിക്കാരി ശംഭു പറയുന്നോട് ദേ പ്രേതം എന്നെ കാലെ പിടിക്കാൻ വരുന്ന പറഞ്ഞ് ചാടി മരത്തേക്ക് കയറി, രണ്ടും കൂടെ വലിഞ്ഞു കയറി കഴിയുമ്പോഴേ അറിയുന്ന പ്രേതമല്ല മുതലയാണ്. എന്നിട്ട് മുതലാന്ന് വെച്ചില്ല. അപ്പൊ മുതലിങ്ങനെ ഇപ്പൊ കടിക്കില്ല എന്ന് പറഞ്ഞാണ് നിക്കുന്നത്. എന്നിട്ട് ഇവര് കയറി. അപ്പത്തേക്ക് ചെറിയ ബ്രേക്ക് അവസാനിപ്പിച്ചോളൂ. അവസാനിപ്പിക്കാം. ഈ വാർത്തയിൽ കോമഡി കുറവാട്ടോ. വാർത്ത നമുക്ക് വാർത്തകൾ വിശദമായി അവസാനിച്ചിരിക്കുന്നു. നല്ല ഉറക്കമായിരുന്നു. ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴംപൊരി ഇട്ടപ്പോ ഉറങ്ങിയവന് എണിച്ച് വന്ന് ഒരു ഉറക്കപ്പിച്ച് പഴംപൊരി തന്നെ ഇതടുത്ത് ഇവിടെ ഒരെണ്ണം കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അടുത്തും ബുക്ക് ചെയ്ത്. അല്ലേ ഡോണ? പഴംപൊരിയാണോ? പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. വാടില്ല, പ്രസവിച്ചെടുക്കാം. ഉറങ്ങിക്കൊണ്ടിരിക്കുക, പോത്തുപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ. പെട്ടെന്ന് പഴംപൂരിന്ന് കേട്ടപ്പോ അവൻ ചാടി എണീച്ചു. വേറെ ഒന്നും ആലോചിച്ചില്ല, പഴംപൂരി മുഖ്യം. തിന്നു കഴിഞ്ഞാ പിന്നെ തിരിച്ചുറങ്ങുക, കണ്ടു. തിന്നു കഴിഞ്ഞപ്പോ തിരിച്ച് അതേ പൊസിഷൻ ഉറങ്ങാൻ പോണു. മതി തുടങ്ങിയത് കണ്ട മേലെ. അത് പിന്നെ സെറ്റപ്പാ, കവറോടുകൂടി തിന്നു ഒളിച്ചത് തിന്നു. അതുപോലെ പ്രൈവറ്റ് ആയിട്ട് ആരുമില്ലാന്നുള്ളത്. സ്നിക്കേഴ്സ് ഒക്കെ തിന്നുന്ന ഒരു കവറൊക്കെ പൊളിച്ച് തിന്നുക. നീ നോക്കണ്ട. ഞാൻ പെടലി ആയതല്ല ഗൈസ്. കാശർ ATM ഓഫ് ഭക്ഷണത്തിന്റെ വഴി കേട്ടപ്പോഴേക്ക് എണീച്ചേക്കണ് ഒരുത്തൻ. കാശുകാരി കാശ് കൊടുക്കുന്നു. ആൽബിൻ അതിന് മുമ്പേ നൂഡിൽസ് ഒക്കെ വാങ്ങിച്ച് തിന്നാൻ തുടങ്ങി. കാശ് ഡീലിങ്സ്.
ബാക്കി 60 കിട്ടിയോ? ബാക്കി 60 കിട്ടിയോ? എത്രയാണ് ബാക്കിയിട്ട്? 60 അല്ലേ? അല്ലേ? ഇപ്പൊ നമുക്ക് ഫുഡും കഴിച്ചു. ഈ അച്ചാറ് മാല 4 പേരുടെ കൂടെ ഒരച്ചാറ് കൊടുത്തരും. അപ്പൊ അത് കിട്ടി. ഭക്ഷണത്തിന്റെ മണടിച്ചപ്പോ ഒരുത്തനടിച്ചു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാം. അണ്ട ബിരിയാണി. അച്ചാർ സാധനം കാട്ടാത്ത കൂട്ടെ തക്കാളിയാവും. നിനക്ക് തക്കാളി ഇതൊന്നും എന്താടാ? എന്റെ മേത്തങ്ങ ഇട്ട എനിക്ക് വേണ്ട. അണ്ട 2 അണ്ട. ഈ കുഞ്ഞിക്കാ സ്പൂൺ കൊണ്ടിട്ട് എങ്ങനെ തിന്നാനാ? എങ്ങനെയുണ്ട്? ഓക്കെ, വി ഹാവ് അച്ചാർ ഓൾസോ. മിക്സഡ് പിക്കിൾ വിത്ത് ചിക്കൻ എങ്ങനെയുണ്ട്? ഭാഗ്യം ഇത്തിരി ഗ്രേവി എങ്കിലും ഉണ്ടല്ലേ? സാധാരണ എപ്പോഴും ഗ്രേവി ഉണ്ടാവും. മേളത്തെ അയ്യോ. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ആ സ്പൂണ് വെറുതെ വിട്. ഞങ്ങളുടെ ഇപ്പൊ കഴിയും. ടേപ്പ്, സെല്ലോ ടേപ്പ്. അങ്ങനെ ആൽബിക്ക് എക്സ്ട്രാ പവർ കിട്ടാൻ വേണ്ടിട്ട് സെല്ലോ ടേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കീറിപ്പോയിരിക്കും. അപ്പൊ അത് ഒട്ടിച്ച് അങ്ങനെ 2 ദിവസത്തിനിടെ അതിമനോഹരമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കിടക്കാൻ പോകണം. സമയം 10 മണി പറയും. ഇപ്പം എല്ലാവരും കിടക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന അജ്മീന കാസിം. സിനിമ കാണുവാണോ? തിന്നെ കിടക്കുക. चिकन बिरयानी खाना ले चिकन बिरयानी. Hey, shut the f*** up! വിളിച്ചിരിക്കല്ലോ കേട്ടോ. ആര് എന്റെ കാലം എന്നിട്ട് താഴെ കിട്ടും.